ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതോടെ എൻ.ഡി.എക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലുമായി രാഷ്ട്രീയ നിരീക്ഷകൻ യോഗേന്ദ്ര യാദവ് പ്രതികരിച്ചു. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ നേട്ടം കൊയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതുവരെ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടത്തിലാണ്, 49 മണ്ഡലങ്ങൾ. എന്നാൽ രാഹുൽ ഗാന്ധി, രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ്, ഒമർ അബ്ദുള്ള തുടങ്ങിയ പ്രമുഖർ ജനവിധി തേടിയത് ഈ ഘട്ടത്തിലാണ്. 2019 വോട്ടെടുപ്പിൽ 49-ൽ 39 സീറ്റും നേടിയത് എൻ.ഡി.എ ആയിരുന്നു. ബി.ജെ.പിക്ക് മാത്രം 32 സീറ്റാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത്തവണ ഇതുപോലൊരു വിജയം ബി.ജെ.പിക്ക് ലഭിക്കില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. ഓരോ സംസ്ഥാനത്തെയും കണക്കുകൾ വെച്ചാണ് തന്റെ വാദം യോഗേന്ദ്ര യാദവ് വിശദീകരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 14 സീറ്റുകളിലേക്കായിരുന്നു അഞ്ചാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ്. 2019-ൽ 13 സീറ്റിൽ ബി.ജെ.പിയും 1 സീറ്റിൽ കോൺഗ്രസുമായിരുന്നു ജയിച്ചത്. എന്നാൽ ഇത്തവണ ബി.ജെ.പിക്ക് ഇവിടെ 8 സീറ്റ് ലഭിക്കൂ. കൗശംബി, ഫത്തേപൂർ, ബാണ്ട എന്നീ മണ്ഡലങ്ങളിൽ സമാജ്വാദിക്കാണ് മേൽക്കൈ. റായ്ബറേലിയിലും അമേഠിയിലും ബാരാബങ്കിയിലും കോൺഗ്രസിനാണ് സാധ്യത. ബീഹാറിൽ 5 സീറ്റിലേക്കായിരുന്നു ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 2019-ൽ ബി.ജെ.പിക്ക് ലഭിച്ച 3 സീറ്റ് 2ആയി കുറയും. ജെ.ഡി.യു തങ്ങളുടെ 2 സീറ്റ് നിലനിർത്തുമ്പോൾ ശേഷിക്കുന്ന 1 സീറ്റ് ഇന്ത്യ സഖ്യത്തിനായിരിക്കും. അഞ്ചാം ഘട്ടത്തോടെ മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. അവസാനഘട്ടം വിധിയെഴുതിയ 13 സീറ്റിൽ 6 സീറ്റ് ബി.ജെ.പിക്കും 5 സീറ്റ് എൻ.ഡി.എയുടെ മറ്റ് കക്ഷികളും നേടിയേക്കും. 2 സീറ്റുകൾ മാത്രമായിരിക്കും ഇന്ത്യ സഖ്യത്തിന് ഇവിടെ ലഭിക്കുക. ഒഡീഷയിൽ 2019-ൽ 5-ൽ 3 സീറ്റ് ബി.ജെ.പിക്കും 2 ബി.ജെ.ഡിക്കുമായിരുന്നു. ഈ നില തുടരാനാണ് സാധ്യത. പശ്ചിമ ബംഗാളിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം. ബരാക്പൂരിലും ഹൂഗ്ലിയിലും ബി.ജെ.പി അപകടത്തിലാണ്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ആരാ ബാഗ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ജാർഖണ്ഡിൽ ഒരു സിറ്റിംഗ് സീറ്റിൽ CPI വിജയിക്കുമെന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു. അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 49 മണ്ഡലങ്ങളിൽ 30ഓളം സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്ന സൂചനയാണ് യോഗേന്ദ്ര യാദവ് കണക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്.